ഹായ്, എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ? ചിക്കൻ്റെ കരളും കുമ്പും കൊണ്ടുള്ള ഒരു പെരട്ട്. ചെയ്ത് നോക്കിയിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. ഇനി അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തേങ്ങ കൊത്തിട്ടാലോ? തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ ഒരു 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സവോളയും കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിത് ചെയ്ത് നോക്കി, എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണേ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരും. ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ ഈ കരളും കുമ്പും ഉണ്ടല്ലോ, ഈ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ട് ഒരു കുക്കറിൽ ഒരു 3-4 വിസിൽ കേൾപ്പിച്ചായിരുന്നേ നേരത്തെ. അങ്ങനെ കുക്കറിൽ വിസിൽ കേൾപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ സവാള ഉള്ളിയൊക്കെ വഴണ്ട് വരുമ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ്, കഴിക്കുന്നതും ആദ്യമായിട്ടാണ്. ഞാൻ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞത് കേട്ടോ. അതിൻ്റെ ലിവറൊക്കെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട്, എന്നാലേ ഈ ഉപ്പും ഈ മസാലയൊക്കെ നല്ലോണം അതിനകത്ത് പിടിക്കും. ഇനി നമുക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, മുളക് പൊടി. ഞാൻ കുരുമുളക് പൊടി ഇച്ചിരി തോനെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ പെരട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കുരുമുളക് പൊടി ഇച്ചിരി തോനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി മസാലയെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ആയപ്പോഴാണ് മനസ്സിലായത് പാത്രം ചെറുതായിപ്പോയി. ഇച്ചിരി കൂടെ വലിയൊരു പാത്രം എടുക്കണേ. എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ചെറു തീയിൽ വഴറ്റി കൊടുക്കണം കേട്ടോ. തീ കയറിപ്പോകാതിരിക്കാൻ ചെറു തീയിൽ നന്നായിട്ട് വഴറ്റണം. ചുവപ്പ് കളറൊക്കെ മാറിയിട്ട് ഒരു കറുപ്പ് കളർ പോലെ വരണം. അതുവരെ നമ്മൾ ചെറുതീയിൽ ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണം. ഇടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. എന്തെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എൻ്റെ കൈയളവിലാണ് ഞാനിതെല്ലാം ചേർത്തേക്കുന്നത്. നന്നായിട്ട് വഴറ്റി വഴറ്റി ആ ഒരു കറുപ്പ് കളറാവുന്നിടം വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിൽ ഏകദേശം ആയിട്ടുണ്ട്. ദാണ്ട് ഇങ്ങനത്തെ കറുപ്പ് കളറാവുന്നിടം വരെ നമ്മളിതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം അല്ല, റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബായ്.